ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്ത. ഭക്തിസാന്ദ്രമായി അറഫ, പാപമോചന പ്രാർത്ഥനകളുമായി തീർത്ഥാടക ലക്ഷങ്ങൾ. തീർത്ഥാടകർ മുസ്ദലിഫയിലേക്ക് നീങ്ങും. കുവൈത്തിൽ പ്രതിവർഷം 2000 പേർ ക്യാൻസർ രോഗികളായി മാറുന്നതായി റിപ്പോർട്ട്. സ്ത്രീ രോഗികളിൽ 1/3 സ്തനാർബുദം. രോഗകാരണം പുകവലിയെന്നും റിപ്പോർട്ട്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശവുമായി ഗൾഫിൽ നാളെ ബലിപ്പെരുന്നാൾ. നാടും നഗരവും പെരുന്നാളിനുള്ള ഒരുക്കത്തിൽ. ഖത്തറിൽ പെരുന്നാൾ വിപണി മുതലാക്കി അമിത വില ഈടാക്കുന്നവർക്കെതിരെ സർക്കാർ നടപടി. കുവൈത്തിൽ പേമാരി സാധ്യതയെ തുടർന്ന് മുൻകരുതൽ. Just let it be 1 point. The difference, they go for the tackle. All the words coming in from the Iranian camp. The Indians with a magnificent performance rounding it off. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യക്ക് ഇരട്ട സ്വർണം. പുരുഷ വനിതാ ടീമുകൾ ഇറാനെ തോൽപ്പിച്ചു. 11 സ്വർണവുമായി മെഡൽ പട്ടികയിൽ ഇന്ത്യ 8ാം സ്ഥാനത്ത്. ഗെയിംസ് നാളെ കൊടിയിറങ്ങും. ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി മക്കയിലെത്തിയ തീർത്ഥാടക ലക്ഷങ്ങൾ അറഫയിൽ ഒത്തുചേർന്നു. കലങ്ങി മറിഞ്ഞ സാഹചര്യത്തിലും ഇസ്ലാമിന്റെ തെളിമ കാത്തുസൂക്ഷിക്കണമെന്ന് ഗ്രാൻഡ് മുഫ്തി അറഫ പ്രഭാഷണത്തിൽ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. തൽബിയത്ത് മന്ത്രങ്ങളും പാപമോചന പ്രാർത്ഥനകളുമായി ശുഭ്രവസ്ത്രധാരികളായ 20 ലക്ഷത്തോളം ഹാജിമാരാണ് അറഫയിൽ സംഗമിച്ചത്. ദേശഭാഷാ വ്യത്യാസമില്ലാതെ, വർണ്ണവർഗ വിവേചനങ്ങളില്ലാതെ ഏവരും ഒന്നുചേർന്ന് നിൽക്കുന്ന ലോകത്തെ അപൂർവ സംഗമം. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങിന്റെ ഭാഗമാവാൻ ഇന്നലെ രാത്രി മുതൽ മിനായിൽ നിന്ന് തീർത്ഥാടകർ അറഫയിലേക്ക് ഒഴുകുകയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി മുഴുവൻ ഹാജിമാരും അറഫയുടെ അതിർത്തിക്കകത്തെത്തി. സംഗമത്തിന് തുടക്കം കുറിച്ച് സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആലു ഷെയ്ഖ് നെമിറ പള്ളിയിൽ അറഫ പ്രഭാഷണം നിർവഹിച്ചു. ഇസ്ലാമിക ലോകത്ത് ചിത്രതയുണ്ടാക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ടെന്നും ഏത് സാഹചര്യത്തിലും ഇസ്ലാമിന്റെ തെളിമ കാത്തുസൂക്ഷിക്കണമെന്നും ഗ്രാൻഡ് മുഫ്തി വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. തുടർന്ന് നടന്ന ലോഹർ അസർ നമസ്കാരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. നെമിറ പള്ളിയും പരിസര പ്രദേശവും നിറഞ്ഞു കവിഞ്ഞതിനാൽ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും പള്ളിക്ക് പുറത്താണ് അറഫാ ദിനം ചെലവഴിച്ചത്. സൂര്യാസ്തമയത്തോടെ തീർത്ഥാടകർ അറഫയിൽ നിന്ന് പിൻവാങ്ങി. ഹജ്ജിന്റെ പുണ്യം തേടിയ സന്തോഷത്തിൽ ഹാജിമാർ അറഫയിൽ നിന്നും വിട പറഞ്ഞു തുടങ്ങി. ആകാശത്തെ മേൽക്കൂരിയാക്കി മുസ്ദലിഫയിലാണ് ഇന്ന് ഹാജിമാരുടെ താമസം. അറഫയിൽ നിന്നും ക്യാമറാമാൻ സാബിത് സലീമിനോടൊപ്പം റബീ മുഹമ്മദ്, മീഡിയ 1. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റബീഹ് മുഹമ്മദ് ചേരുന്നു അറഫയിൽ നിന്ന്. റബീഹ്, ഇപ്പോൾ ഹജ്ജിന്റെ ഏത് ചടങ്ങുകളാണ് നടക്കുന്നത്? അജിൻസ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറഫ സംഗമം ഈ വർഷത്തെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ അറഫ സംഗമം യാതൊരു പ്രയാസങ്ങളുമില്ലാതെ തന്നെ പൂർത്തിയായി. ഇന്ന് സൂര്യൻ അസ്തമിച്ചത് മുതൽ ഹാജി മുസ്ദലിഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറഫയിൽ നിന്നും മിനയിലേക്കുള്ള വഴിയിൽ ഉള്ള ഒരു താഴ്വരയാണ് മുസ്ദലിഫ. ഇന്ന് രാത്രി ഹാജിമാർ മുസ്ദലിഫയിലാണ് താമസിക്കുക. മുസ്ദലിഫയിൽ പ്രത്യേകിച്ച് ഹാജിമാർക്ക് പ്രത്യേക സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആകാശത്തിന് കീഴെ ആണ് ഹാജിമാരുടെ താമസം. നാളെ രാവിലെ മുതലാണ് ഹാജിമാർ മുസ്ദലിഫയിൽ നിന്നും മിനയിലേക്ക് പോകേണ്ടതുണ്ടെങ്കിലും ഇന്ന് രാത്രി മുതൽ തന്നെ പോകാൻ അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ പല തീർത്ഥാടകരും ഇന്ന് രാത്രി തന്നെ മുസ്ദലിഫയിൽ നിന്നും മിനയിലേക്ക് നീങ്ങിത്തുടങ്ങും. മുസ്ദലിഫയിൽ പ്രത്യേകിച്ച് ചടങ്ങുകളോ മറ്റുമൊന്നുമില്ല. ഇന്നത്തെ മഗ്രിബ് ഇശാ നമസ്കാരങ്ങൾ മുസ്ദലിഫയിൽ വെച്ചാണ് നമസ്കരിക്കണമെന്നാണ് പ്രവാചകന്റെ അധ്യാപനം. പ്രവാചകൻ തമ്പടിച്ചിരുന്ന സ്ഥലത്ത്, പ്രവാചകനും കൂട്ടാളികളും തമ്പടിച്ചിരുന്ന ഇന്ന് മസ്ജിദ് മഷറുൽ അറാം എന്ന പേരിൽ ഒരു പള്ളി നിലവിലുണ്ട്. ആ പള്ളി കേന്ദ്രീകരിച്ച് പള്ളിക്ക് ചുറ്റുപാടുമാണ് ആളുകൾ മുസ്ദലിഫയിൽ താമസിക്കുക. ഇന്ന് രാത്രിയോട് തന്നെ നാളെയും അതുപോലെ തന്നെ ദുൽഹജ്ജ് 11, 12, 13 തീയതികളിൽ ജംറകളിൽ കല്ലെറിയാനുള്ള കല്ലുകൾ ശേഖരിച്ച് ഹാജിമാർ മുസ്ദലിഫയിൽ നിന്നും നീങ്ങിത്തുടങ്ങും. നാളെ ഹജ്ജിലെ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസമാണ്. നാളെ ജംറയിലെ കല്ലേറും അതുപോലെ തന്നെ ബലിയെടുക്കുന്നവർക്ക് ബലി നടത്തുവാനുള്ള ദിവസവും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിലെത്തി തവാഫും അതുപോലെ തന്നെ സഅയും നിർവഹിക്കേണ്ട ദിവസമാണ്. നാളത്തോടുകൂടി ഹാജിമാർ ഹജ്ജിന്റെ
ഇഹ്റാമിൽ നിന്നും ഒഴിവാക്കി തുടങ്ങും. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഏകദേശം നാളത്തോടുകൂടി അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. യാതൊരുവിധ പ്രയാസങ്ങൾ തീർത്ഥാടകർ 20 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ഇന്ന് പ്രത്യേകം സൂചിപ്പിക്കേണ്ട തരത്തിലുള്ള യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ ഹാജിമാർക്കും പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഹാജിമാർക്കും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രയാസരഹിതമായ ഒരു ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥാടക ലക്ഷ്യങ്ങൾ. അതോടൊപ്പം തന്നെ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയ ആത്മവിശ്വാസത്തിലാണ് സൗദി ഭരണകൂടവും. റബീഹ്, ലോക നേതാക്കളിൽ ആരൊക്കെയാണ് ഇക്കുറി ഹജ്ജ് നിർവഹിക്കുന്നത്? ഏതൊക്കെ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഹജ്ജിനായി ഇക്കുറി എത്തിയിട്ടുള്ളത്? എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഒന്നുകൂടെ ആവർത്തിക്കാം. റബീഹ്, ലോക നേതാക്കളിൽ ആരൊക്കെയാണ് ഹജ്ജിന് ഇക്കുറി എത്തിയിട്ടുള്ളത്? വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയുണ്ട് ഹജ്ജിൽ? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തിലുള്ള ലോക നേതാക്കന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ആരും തന്നെ ഇത്തവണത്തെ ഹജ്ജിന് എത്തിയിട്ടില്ല. ഒന്ന് രണ്ട് ചെറിയ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ വന്നതൊഴിച്ചാൽ അത്തരത്തിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ആളുകൾ ആരും തന്നെ എത്തിയതായിട്ട് നമുക്ക് വിവരമില്ല. അതേസമയം ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഇത്തവണ ഹജ്ജിന് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇന്ന് അറഫാ സംഗമം കഴിഞ്ഞ് മുസ്ദലിഫയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കുന്നത് റബീഹ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ഹജ്ജിലെ കർമ്മം എന്ന് പറയുന്നത് കല്ലേറ് കർമ്മം നാളെ ഉണ്ട്. അതുപോലെ തന്നെ ബലി കർമ്മം, അതുപോലെ തന്നെ കാഴ്ബ പ്രദക്ഷിണവും, അതുപോലെ തന്നെ സഅയും. ഈ 4 അതിനുശേഷം ആളുകൾ മുടിമുറിച്ച് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവും, ഒഴിവാകും. ഇതിൽ തന്നെ ആളുകൾക്ക് പ്രയാസരഹിതമായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അവസരമുണ്ട്. ഏതെങ്കിലും 2 കർമ്മങ്ങൾക്ക് ശേഷം മുടിമുറിച്ച് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകും. മറ്റേത് അതിനുശേഷവും ചെയ്യാനുള്ള മുൻകാലങ്ങളെ അപേക്ഷിച്ച് തിരക്ക് കുറക്കുവാൻ വേണ്ടിയുള്ള നിരവധി റബീഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് അറഫ മൈതാനിയിൽ നിന്ന്. നാഥന്റെ വിളി കേട്ട് brought to you by പർവീൻ പർദ. പർവീൻ പർദ and hijab only for enterprising women. മറ്റു വാർത്തകളിലേക്ക്. കുവൈത്തിൽ പ്രതിവർഷം 2000 പേർ ക്യാൻസർ രോഗികളായി മാറുന്നു. സ്ഥാനാർബുദത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യവേ പ്രമുഖ അർബുദ രോഗ വിദഗ്ധൻ ഖാലിദ് അൽ സ്വാലിഹാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രാജ്യനിവാസികളിലെ 1 ലക്ഷം പേരിൽ 150 പേർ ക്യാൻസർ രോഗികളായി മാറുന്നുണ്ട്. ലോകതലത്തിൽ അർബുദ രോഗികളായി മാറുന്നവരുടെ ശരാശരി പ്രായം 59 വയസ്സാണെങ്കിൽ കുവൈത്തിൽ ഇത് 59 വയസ്സ് തന്നെയാണ്. രാജ്യത്തെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറിൽ 1/3 സ്ഥാനാർബുദമാണ്. പുകവലിയാണ് പുരുഷന്മാരിൽ അധിക പേരെയും അർബുദ രോഗികളാക്കി മാറ്റുന്നതെന്നും ഡോക്ടർ ഖാലിദ് അൽ സ്വാലിഹ് കൂട്ടിച്ചേർത്തു. ബഹ്റൈനിൽ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ അധിക്ഷേപത്തിന് പോലീസിന്റെ നടപടി. ആഭ്യന്തരമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖരീഫയെ അധിക്ഷേപിച്ച പ്രതിയെ പിടികൂടി റിമാൻഡ് ചെയ്തതായി അഡ്വക്കേറ്റ് ജനറൽ ഹുസൈൻ ബു അലി വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലെ സ്വന്തം അക്കൗണ്ടിലാണ് ഒരാൾ മന്ത്രിയെ അധിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ടത്. തീവ്രവാദ സംഘങ്ങൾക്ക് ആദ്യമായി ചിന്ത പാകിയത് മന്ത്രിയായിരുന്നു എന്ന നിലയ്ക്കായിരുന്നു പ്രതികരണം. പ്രതി കുറ്റം സമ്മതം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ റിമാൻഡ് ചെയ്യാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിടുകയായിരുന്നു. കുവൈത്തിൽ പേമാരിക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയെന്ന് റിപ്പോർട്ട്. പരിസ്ഥിതി സംരക്ഷണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് പൊതുമരാമത്ത് മന്ത്രാലയം മുൻകരുതൽ നടപടികൾ തുടങ്ങി. വേനലിന്റെ ശക്തമായ ചൂട് പൂർണ്ണമായി മാറി ശൈത്യത്തിലേക്ക് വഴിമാറുന്നതിന്റെ മുന്നോടിയായാണ് രാജ്യത്ത് മഴ പെയ്യുന്നത്. ഏതാനും വർഷങ്ങളായി താരതമ്യേന നേരിയ മഴയാണ് ഈ സീസണിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇക്കുറി അത് ശക്തമാവുമെന്നാണ് പ്രവചനം. വർഷപാതത്തെ തുടർന്ന് 100 മുതൽ 150 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മേധാവി ഷെരീഫ് അൽ ഖയ്യാത്ത് പറഞ്ഞു. മഴവെള്ളത്തെ ഉൾക്കൊള്ളാനും ഒഴുക്കിവിടാനും നിലവിലെ ഡ്രൈനേജ് സംവിധാനങ്ങൾ മതിയാവാത്ത സാഹചര്യം വരെ ഉണ്ടായേക്കാമെന്നും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതുകാരണം റോഡുകളും പാലങ്ങളും നിറഞ്ഞു കവിഞ്ഞേക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുൻകരുതലുകൾ എടുക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം പരിസ്ഥിതി അതോറിറ്റിയുടെ മുന്നറിയിപ്പ് മുഖവിലക്കെടുക്കാത്ത പൊതുമരാമത്ത് മന്ത്രാലയം ഏതു സാഹചര്യവും നേരിടാൻ ആവശ്യമായ നടപടികൾക്കൊരുങ്ങുകയാണ്. മീഡിയ 1 കുവൈത്ത്. റാസൽ ഖൈമയിൽ വാഹനാപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശിയുടെ കുടുംബത്തിന് 1/2 കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധി. കൊല്ലം കുലശേഖരപുരം ആദിനാട് തെക്കേ തയ്യൽ തെക്കേതിൽ അബ്ദുൽ ബഷീറിന്റെ കുടുംബത്തിനാണ് 3 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചത്. 2012 ഓഗസ്റ്റ് 22-ന് റംസിലുണ്ടായ അപകടത്തിലാണ് ബഷീർ മരിച്ചത്. റാസൽ ഖൈമയിലെ വ്യവസായിയും ബഷീറിന്റെ ബന്ധുവുമായ മുഹമ്മദ് സാലിയാണ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി മുഖേന നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്തത്.
UAE ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ബലിപ്പെരുന്നാളിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നാളെയാണ് പെരുന്നാൾ. സ്വദേശികൾക്കൊപ്പം ഗൾഫ് നാടുകളിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളും ആഹ്ലാദത്തോടെ പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കുചേരും. ഇരു ഹറമുകൾക്കും പുറമെ സൗദി അറേബ്യയിലെയും മറ്റും നൂറുകണക്കിന് ഈദ്ഗാഹുകളും ആയിരക്കണക്കിന് പള്ളികളും നാളെ വെളുപ്പിന് നടക്കേണ്ട പെരുന്നാൾ നമസ്കാരത്തിന് സജ്ജമായിരിക്കുന്നു. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഗൾഫ് മേഖലയെ ബാധിച്ച രാഷ്ട്രീയ കാലുഷ്യങ്ങൾക്കിടയിലേക്കാണ് ഇത്തവണ ബലിപെരുന്നാൾ വിരുന്നെത്തുന്നത്. തീവ്രവാദത്തിനെതിരെ മുസ്ലിം ലോകം ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന് പെരുന്നാൾ ദിന സന്ദേശത്തിൽ വിവിധ ഗൾഫ് ഭരണാധികാരികൾ ഓർമ്മിപ്പിച്ചു. സൗദിക്ക് പുറമെ UAE, ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത് എന്നിവിടങ്ങളിലും നാളെ വെളുപ്പിന് നടക്കുന്ന പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗൾഫിൽ അവധി ദിവസമായ ഇന്ന് വിപണികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വസ്ത്രങ്ങളുടെയും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും കടകളിൽ വൻ വിൽപ്പനയായിരുന്നു നടന്നത്. മൃഗങ്ങളെ ബലി നൽകാൻ സർക്കാർ തലത്തിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വൻ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതും. ബലിമാംസം ദരിദ്ര രാജ്യങ്ങളിൽ എത്തിക്കാൻ റെഡ് ക്രസന്റുകൾക്ക് ചുവടെ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെരുന്നാളിന്റെ ഭാഗമായി അയൽ രാജ്യങ്ങളിൽ നിന്നും പുറത്തുനിന്നും വന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ടി എണ്ണമറ്റ പരിപാടികളാണ് ഓരോ ഗൾഫ് രാജ്യവും ആവിഷ്കരിച്ചിരിക്കുന്നത്. UAE ഉൾപ്പെടെ മിക്ക ഗൾഫ് രാജ്യങ്ങളും പെരുന്നാൾ ഭാഗമായി നൂറുകണക്കിന് തടവുകാരെയാണ് മോചിപ്പിക്കാൻ തീരുമാനിച്ചത്. മീഡിയ 1, ദുബൈ. ഒമാനിലെ പരമ്പരാഗത സൂഖുകൾ എല്ലാം പെരുന്നാൾ തിരക്കിലാണ്. വെള്ളിയാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ജുമുഅ സൂഖുകളിൽ ഇന്ന് ആട് വിൽപ്പനയുടെ തിരക്കായിരുന്നു. ബലിപെരുന്നാളിന്റെ ഭാഗമായി വൊലുഹിയ അറുത്ത് വിതരണം ചെയ്യാൻ മാത്രമല്ല പെരുന്നാൾ വിഭവങ്ങൾ ഒരുക്കാനും നല്ല ഇനം ആടുകളെ തേടിയാണ് ഒമാൻ സ്വദേശികൾ സൂക്കുകളിലേക്ക് എത്തുന്നത്. രാജ്യത്തിന്റെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് വിൽപ്പനയ്ക്കുള്ള ആട്ടിൻകൂട്ടങ്ങളുമായി ഗ്രാമീണരും സൂക്കിലെത്തും. പിന്നെ വിലപേശലിന്റെയും കച്ചവടത്തിന്റെയും തിരക്ക്. ഒമാന്റെ പ്രധാന പെരുന്നാൾ വിഭവങ്ങളെല്ലാം ആട്ടിറച്ചി കൊണ്ടാണ്. മുഹന്നസ്, ഷുആ തുടങ്ങിയ വിഭവങ്ങളാണ് പെരുന്നാൾ ദിനങ്ങളിൽ ഒമാനി ഭവനങ്ങളിൽ വിളമ്പുക. First day morning, all Omani he eat al-muhammas. Yes, and second day he eat anshawa. ഈ വിഭവങ്ങൾക്ക് വേണ്ട പ്രത്യേക മസാലകളുടെ വിൽപ്പനയും പരമ്പരാഗത സൂക്കുകളിൽ പൊടിപൊടിക്കുന്നു. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. പെരുന്നാൾ ദിനത്തിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി ആശംസകൾ സ്വീകരിക്കും. രാജകുടുംബാംഗങ്ങളും മന്ത്രിമാരുമാണ് അമീറുമായി കൂടിക്കാഴ്ച നടത്തുക. നമസ്കാരം കഴിഞ്ഞ് രാവിലെ 6:30 മുതൽ വിവിധ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരും ഖത്തർ ഭരണാധികാരിക്ക് ആശംസകളുമായി എത്തും. വൈകുന്നേരം 3:45 മുതലാണ് രാജ്യനിവാസികൾക്ക് ആശംസയർപ്പിക്കാനുള്ള സമയമെന്നും ദിവാനി അമീരി അറിയിച്ചു. ആഭ്യന്തര യുദ്ധത്തിനിടയിലും ബലിപ്പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യമനിലെ വിശ്വാസികൾ. പുത്തനുടുപ്പണിഞ്ഞും അത്തറുപൂശിയും പെരുന്നാൾ മധുരതരമാക്കാൻ ഇവർ ഒരുങ്ങിക്കഴിഞ്ഞു. ശനിയാഴ്ചയാണ് യമനിൽ പെരുന്നാൾ. ഹൂതി വിമതർ തലസ്ഥാനമായ സൻആ പിടിച്ചെടുത്തതു മുതൽ സംഘർഷഭരിതമാണ് യമൻ. എങ്കിലും ബലിപെരുന്നാൾ ആഘോഷത്തിൽ ഒട്ടും കുറവ് വരുത്താൻ ഇവർ ഒരുക്കമല്ല. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ബലികർമ്മങ്ങൾക്ക് മൃഗങ്ങളെ വാങ്ങാൻ കഴിയുന്നില്ലെന്ന പരാതിയുണ്ട് ഇവർക്ക്. സാധാരണക്കാരന്റെ കൈപ്പിടിയിലൊതുങ്ങാത്ത വിലക്കയറ്റമാണിതിന് കാരണം. 2011 ജനകീയ വിപ്ലവത്തിന് ശേഷം വില കുത്തനെ ഉയരുകയാണെന്നും സാധാരണക്കാർ പരാതിപ്പെടുന്നു. എന്നാൽ വിൽപ്പന കുറയുന്നുവെന്നാണ് കച്ചവടക്കാരുടെ പരാതി. ഇതിനിടെ പെരുന്നാൾ സന്തോഷമില്ലാത്തവരും സൻആയിലുണ്ട്. രാജ്യത്ത് ഭരണ സംവിധാനമില്ലാത്തത് ഇത്തരക്കാർക്കിടയിൽ കടുത്ത അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. സുരക്ഷയില്ലാതിരിക്കെ എന്താഘോഷമെന്നാണ് ഇവരുടെ പക്ഷം. ന്യൂസ് ഡെസ്ക്